CPM ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന മാധ്യമ വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. പാർട്ടി സമ്മേളനങ്ങളിൽ വിമർശനങ്ങൾ ഉണ്ടാവുക സ്വാഭാവികം. വ്യക്തമായ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിക്ക് വിമർശനവും സ്വയം വിമർശനവും നടത്തി മാത്രമേ മുമ്പോട്ട് പോകാനാകൂവെന്നും അടിത്തറ ബലപ്പെടുത്തിയാണ് ജില്ലാ സമ്മേളനത്തിന് ഒരുങ്ങുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് ഓരോരുത്തർക്കും സ്വന്തം തലച്ചോറനുസരിച്ച് ചിന്തിക്കാനും പ്രവർത്തിക്കാനും സ്വാതന്ത്ര്യമുള്ളൊരു പാർട്ടിയാണ് CPM. അതിനകത്ത് ആകെ ഇത്രയും കാര്യമുള്ളൂ, അതിൻ്റെ സംഘടനാപരമായ ലെനിനിസ്റ്റ് സംഘടനാധികാരികൾ വിമർശനവും സ്വയം വിമർശനത്തെയും പ്രോത്സാഹിപ്പിച്ച പാർട്ടിയാണ് നിങ്ങളുടെ പാർട്ടി. ഞങ്ങൾ വിമർശനത്തെ ഒരിക്കലും വാമുടിക്കട്ടെ എന്നറിയോ? വിമർശനം വന്നാലേ വിശദീകരണം പറയാൻ പറ്റുള്ളൂ. അത് മനോരമ കണ്ടുപിടിച്ചല്ലേ, നിങ്ങൾ വന്നില്ലേ, കണ്ടുപിടിച്ചല്ലേ? ഞാൻ പറഞ്ഞു ഇന്നൊരു വലിയ വാർത്ത ഇറങ്ങി, ഒരു ഫീച്ചർ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിനിപ്പോൾ ഞങ്ങളുടെ സമ്മേളനം എടുക്കുകയല്ലേ, അതിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഒരു സഖാവിനോട് തൻ്റെ ഘടകത്തിൽ ഇന്ന വിഷയം ചർച്ച ചെയ്യപ്പെടാൻ പാടുള്ളൂ, അങ്ങനെ പറയുന്ന പാർട്ടിയല്ലെന്ന് CPM. ഞങ്ങളെന്തിനാ ഭയപ്പെടുന്നത്? ഞങ്ങളുടെ സംരക്ഷകന്മാരും നേതൃത്വം ഇങ്ങനെയല്ല, അവർക്ക് ഞങ്ങളെ വിമർശിക്കാം. തൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിർഭയമായി പാർട്ടിക്കകത്ത് പറയാനാണ് പറയുന്നത്. ആ നിർഭയമായി പറയാനുള്ള സ്വാതന്ത്ര്യമുള്ളൊരു പാർട്ടിക്കകത്ത് കയറി തൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഏതൊരു സഖാവിനും നിർഭയമായി പറയാം. അതാ ഭരണഘടന ചോദിച്ചിരിക്കുന്നത്. ആ നിർഭയമായി പറയാം. ഭരണഘടനയ്ക്കകത്ത് കയറിയിട്ട് ജില്ലാ സെക്രട്ടറി അങ്ങനെ പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അവർ ചോദിക്കില്ല, ഭരണഘടനയിൽ അങ്ങനെ ചോദിക്കൂലേ? 158 ലോക്കൽ സമ്മേളനത്തിൽ തന്നെ 50ഓളം സമ്മേളനത്തിൽ ഞാൻ പോയി. 15 ഏരിയ സമ്മേളനത്തിൽ പങ്കെടുത്തു. ആ സമ്മേളനത്തിൽ പങ്കെടുത്ത സഖാക്കൾക്കെങ്കിലും അറിയത്തില്ലേ ഈ മനോരമ എഴുതിയിരിക്കുന്ന വാർത്ത തെറ്റാണെന്ന്? അവരേലും മനസ്സിലാക്കിയല്ലേ? അത് ആ മാധ്യമത്തിന് വിശ്വാസമല്ലേ തകരുത്? അങ്ങനെ എഴുതിയിരിക്കുന്ന ആ വാർത്ത ജില്ലാ സെക്രട്ടറി ഇന്നലെ പറഞ്ഞു എന്ന് പറയുന്ന ആ മനോരമ വായിക്കുന്ന ഞങ്ങളുടെ സഖാക്കൾക്ക് തന്നെ അവർക്ക് തന്നെ അറിയാമല്ലോ ഇത് പച്ചക്കള്ളമാണെന്ന്. അപ്പം പിന്നെ അതിന് ഉത്തരം ആ മാധ്യമത്തിന് വിശ്വാസമല്ലേ തകരുന്നത്? അപ്പോൾ ആ മാധ്യമത്തിന് വിശ്വാസം നടന്നു പോയിക്കോളൂ.